ഹലോ ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ രാജേഷ് മരാത്തസിലൻ. വെൽക്കം ബാക്ക് ടു പോസ്റ്റർ കാർ ന്യൂസ്. നിങ്ങൾ ഒരു പ്രീ ഓൺ ലക്ഷറി കാർ ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. രാജി വാൽവെറ്റയുടെ വാക്കുകൾ കേട്ട് വഞ്ചിതരാകാതിരിക്കുക. വെഹിക്കിൾ സ്കാൻ ചെയ്യാൻ ഒരു ഉപകരണം, അതിന്റെ പെയിന്റ് തിക്നെസ് ചെക്ക് ചെയ്യാൻ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ ആർക്കും വെഹിക്കിൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കേവലം 6 മാസമോ അതിൽ കുറവോ ലക്ഷറി കാർ കമ്പനിയിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണ് പറയുന്നത്. അവർ ഇവാലുവേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ചെയ്ത വെഹിക്കിൾ ബൈ ചെയ്യണമെന്ന്. അതുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുക. കേരളത്തിൽ പ്രത്യേകിച്ച് സിറ്റിയിൽ ഓടുന്ന ഏതൊരു വെഹിക്കിളും ഒരു പ്രാവശ്യമെങ്കിലും സ്ക്രാച്ച് വന്ന് പെയിന്റ് ചെയ്തതാവാം. പക്ഷേ ഇവർ പെയിന്റ് തിക്നെസ് ചെക്ക് ചെയ്യുന്ന ഉപകരണം വെച്ചിട്ട് മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നു ഈ വെഹിക്കിൾ ഇടിച്ചതാണ്, തട്ടിയതാണ്, റീപെയിന്റ് ചെയ്തതാണെന്നൊക്കെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, സ്ക്രാച്ച് വന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് റീസെയിൽ വാല്യൂ കുറയൂ. പിന്നെ ഇവർ പറയുന്നത് ഇവരുടെ സ്കാനിങ് ഉപകരണം വെച്ച് വെഹിക്കിൾ സ്കാൻ ചെയ്തിട്ട് ഈ വെഹിക്കിൾ കംപ്ലൈന്റ് ഉണ്ടെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കുക, വെഹിക്കിളിന്റെ ഫുൾ ഹിസ്റ്ററി കിട്ടണമെങ്കിൽ ഏത് മാനുഫാക്ചറിന്റെ വെഹിക്കിൾ ആണോ നിങ്ങൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഡീലർഷിപ്പിൽ പോയി തന്നെ സ്കാൻ ചെയ്യുക. കാരണം ഇവർ സ്കാൻ ചെയ്യുന്നത് മാനുഫാക്ചറിന്റെ സർവറിൽ കൂടിയാണ്. അതുകൊണ്ട് ഒരു പ്രീ ഓൺ ലക്ഷറി കാർ ബൈ ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ മാനുഫാക്ചറിന്റെ ഡീലർഷിപ്പിൽ തന്നെ ചെന്ന് സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ ഇവർക്ക് ടൈപ്പ് ഉള്ള കസ്റ്റമറിൽ നിന്നോ കാർ ഡീലറിൽ നിന്നോ നിങ്ങൾക്ക് വെഹിക്കിൾ ബൈ ചെയ്ത് തരാൻ ശ്രമിക്കും. എന്നാൽ ഇവർക്ക് കമ്മീഷൻ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ ഓൺ മൈ ഫ്രണ്ട്സ്. പോസ്റ്റർ, ഗെറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ.